ഒരു പാട്ടിന് വേണ്ടി വന്നാൽ ഞാൻ അത്രയും കാര്യമൊന്നും വിചാരിച്ചില്ല പൊന്നേന്ന് പറഞ്ഞു. ഇത് പൊന്നാടെ കിട്ടു ഞങ്ങൾക്ക്. നേരെ വളക്കുന്നവരെ കയ്യോട്ട് കളി കളിക്കുക, ഈ തുമ്പി തുള്ളില് അങ്ങനെ എല്ലാ കളികളുണ്ട്. കളിയൊക്കെ കഴിഞ്ഞിട്ട് നേരം വിളിച്ചപ്പോൾ ഞങ്ങൾ പണിക്ക് പോകും. സിനിമയിലൊക്കെ വലിയ താരങ്ങളായില്ലേ ഇപ്പൊ? താരങ്ങളായി ഞങ്ങൾക്ക് അങ്ങനെ ഒരു ഇത് കിട്ടിയ കാരണം ഏറ്റവും നല്ല സന്തോഷം. ഇതിയോട് ഞങ്ങൾ എത്ര നന്ദി പറഞ്ഞാലും ഞങ്ങൾക്ക് മതിയാവില്ല. ഉല്ലാസ് മുന്നേ പറഞ്ഞിട്ടുണ്ട്, നീ നോക്കിക്കോ ഈ സിനിമ ഇറങ്ങി കഴിഞ്ഞതിന് ശേഷം ഈ പാട്ടായിരിക്കും നമ്മുടെ ഓഡിയോ ലൈബ്രറിയിൽ ഏറ്റവും മുകളിലേക്ക് വരാമെന്ന് പറഞ്ഞു. പക്ഷേ ഫസ്റ്റ് പാട്ട് റിലീസ് ചെയ്ത സമയത്ത് ആ ഒരു ഓളം ഉണ്ടായില്ല. അപ്പം ഞാൻ പറഞ്ഞു നിങ്ങളുടെ വാക്ക് ശരിയല്ല. എന്തായാലും ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 1 മന്തായിട്ട് ട്രെൻഡിങ്ങിൽ തന്നെ തുടർന്നുകൊണ്ടിരിക്കുന്നു. എന്തിനു പറയണു, ഞാനിപ്പോൾ ഞങ്ങളുടെ മെമ്പറുടെ വീട്ടിലേക്ക് കുറ്റിച്ചിരിക്കുന്ന പോയപ്പോൾ അടിപൊളിയായിട്ട് പാട്ട്, നന്നായിട്ട് പാട്ട്, വയറിലായിട്ട് ചിലവില്ലേ എന്ന് ചോദിച്ചിട്ടുണ്ട്. ബസ്സിലെ സ്ഥിരം പോണ ഡ്രൈവർമാരൊക്കെ ഉണ്ട്. അപ്പോൾ അവർ അറിയാം സിനിമയിലേക്ക് എടുത്തൂലേ, നിന്നെ സിനിമയിൽ എടുത്തൂല. ഇപ്പൊ സോഷ്യൽ മീഡിയയിലും യൂട്യൂബിലൊക്കെ തരംഗമായിക്കൊണ്ടിരിക്കുന്ന പാട്ടാണ് തുമ്പി. നിങ്ങളൊക്കെ കേട്ടതല്ലേ ആ പാട്ട്? ആ പാട്ടിന്റെ സംഗീത സംവിധായകനും പിന്നെ അതുപോലെ തന്നെ ആ പാട്ട് പാടിയ ചേച്ചിമാരുമാണ് എൻ്റെ കൂടെ ഉള്ളത്. എല്ലാവർക്കും നമസ്കാരം. ഹാപ്പി അല്ല എല്ലാവരും? സന്തോഷത്തിലല്ലേ? അപ്പൊ ഒന്ന് പേര് പറഞ്ഞൊന്ന് പരിചയപ്പെടുത്തോ ചേച്ചിമാര്? എൻ്റെ പേര് സുനിത. എൻ്റെ പേര് വിശാലം. എൻ്റെ പേര് മാളു. എൻ്റെ പേര് ഇന്ദിര. ഇനി പറയേണ്ട ഒരാളാണ് ഇതിന്റെ സംഗീത സംവിധായകൻ. ഞാൻ മണികണ്ഠൻ അയ്യപ്പ, അതാണ് ഫുൾ നെയിം. ഓക്കെ. അപ്പോൾ ചേച്ചി ഇപ്പൊ ഭയങ്കര സന്തോഷത്തിലാന്ന് പറഞ്ഞു. ഇപ്പൊ പാട്ട് ഭയങ്കര വൈറലായിക്കൊണ്ടിരിക്കുക അല്ലേ, ആ സിനിമയിലെ പാട്ടൊക്കെ? അപ്പൊ എങ്ങനെയാണ് ഇപ്പൊ ആ പാട്ട് പാടാനൊരു ഇത് വരുന്നത്? പാട്ട് പാടാന്ന് പറഞ്ഞാൽ ഞങ്ങൾ ചെറുപ്പം തൊട്ടുള്ള പാട്ടും കളിയാണ്. അത് ഞങ്ങൾ 10 ഓണം വരെ കളിക്കും. 10 ഓണം വരെ കളിക്കും അല്ലേ? ഓ ഓക്കെ. അപ്പൊ ഈ പാട്ട് മുന്നേ എവിടെയെങ്കിലൊക്കെ പാടിയിട്ടുണ്ടോ? ഈ സിനിമയിൽ വരണേക്കാട്ടും മുന്നേ? ഇല്ല. അപ്പൊ നമുക്ക് സംസാരിക്കണതിന് മുൻപ് ആ തുമ്പി എന്ന് പറഞ്ഞ പാട്ടൊന്ന് കേട്ടാലോ? പാടാം. ഒന്നാനം കൊച്ചന്തുമ്പേ നീൻ്റെ കൂടെ പോരണമോ, കുളിക്കാൻ കൂളം തരുക, കളിക്കാൻ കാളം തരുക, വെച്ചുണ്ണാൻ ചീറ്റുരുളി, കോരിയിടം പഞ്ചട്ടകം, വെള്ളം പാർക്കാൻ വെള്ളിക്കിണ്ടി, കൈത്തോർത്താൻ പുള്ളിപ്പട്ട്, കണ്ടിരിക്കാൻ കണ്ണാട, കേട്ടിരിക്കാൻ കുട്ടുമ്പട്ടും. ഒന്നാനം കൊച്ചന്തുമ്പേ നീന്റെ കൂടെ പോരണമോ, കുളിക്കാൻ കൂളം തരിക, കളിക്കാൻ കാളം തരിക, വെച്ചുണ്ണാൻ ചുറ്റുരുളി, കോരിയിടാൻ മഞ്ചടകം, വെള്ളം പാർക്കാൻ വെള്ളിക്കിണ്ടി, കൈതോർത്താൻ പുള്ളിപ്പാട്ട്, കണ്ടിരിക്കാൻ കണ്ണാട, കേട്ടിരിക്കാൻ കുട്ടുമ്പട്ടും. രണ്ടാമൻ കൊച്ചന്തുമ്പേ നീൻ്റെ കൂടെ പോരണമോ, കുളിക്കാൻ കൂളം തരിക, കളിക്കാൻ കാളം തരിക, വെച്ചുണ്ണാൻ ചുറ്റുരുളി, കോരിയിടം പഞ്ചട്ടകം, വെള്ളം പാർക്കാൻ വെള്ളിക്കിണ്ടി, കൈതോർത്താൻ പുള്ളിപ്പട്ട്, കണ്ടിരിക്കാൻ കണ്ണാട, കേട്ടിരിക്കാൻ കുട്ടുമ്പട്ടും. മൂന്നാമൻ കൊച്ചന്തുമ്പേ നീൻ്റെ കൂടെ പോരണമോ, കുളിക്കാൻ കൂളം തരിക, കളിക്കാൻ കാളം തരിക, വെച്ചുണ്ണാൻ ചുറ്റുരുളി, കോരിയിടം പഞ്ചട്ടകം, വെള്ളം പാർക്കാൻ വെള്ളിക്കിണ്ടി, കൈതോർത്താൻ പുള്ളിപ്പട്ട്, കണ്ടിരിക്കാൻ കണ്ണാട, കേട്ടിരിക്കാൻ കുട്ടുമ്പട്ടും. നാലാമൻ കൊച്ചന്തുമ്പേ നീൻ്റെ കൂടെ പോരണമോ, കുളിക്കാൻ കൂളം തരിക, കളിക്കാൻ കാളം തരിക, വെച്ചുണ്ണാൻ ചുറ്റുരുളി, കോരിയിടം പഞ്ചട്ടകം, വെള്ളം പാർക്കാൻ വെള്ളിക്കിണ്ടി, കൈതോർത്താൻ പുള്ളിപ്പട്ട്, കണ്ടിരിക്കാൻ കണ്ണാട, കേട്ടിരിക്കാൻ കുട്ടുമ്പട്ടും. ഒന്നമ്മൻ കണ്ട തീരക്കണ്ട കൊയ്യുമ്പോ നീ എവിടെ പോയടി തുമ്പിമാരെ, ഞാനിന്റെ മക്കളും പേരക്കിടങ്ങളും അങ്കപ്പുഴക്കരയക്കര ചെല്ലുമ്പോ ചുങ്കം കളി കണ്ടു നിന്ന് പോയി. രണ്ടാമൻ കണ്ട തീരക്കണ്ട കൊയ്യുമ്പോ നീ എവിടെ പോയടി തുമ്പിമാരെ, ഞാനിന്റെ മക്കളും പേരക്കിടങ്ങളും അങ്കപ്പുഴക്കരയക്കര ചെല്ലുമ്പോ ചുങ്കം കളി കൊണ്ട് നിന്ന് പോയേ. മൂന്നാമൻ കണ്ട തീരക്കണ്ട കൊയ്യുമ്പോ നീ എവിടെ പോയടി തുമ്പിമാരെ, ഞാനിന്റെ മക്കളും പേരക്കിടങ്ങളും അങ്കപ്പുഴക്കരയക്കര ചെല്ലുമ്പോ ചുങ്കം കളി കൊണ്ട് നിന്ന് പോയേ. നാലാമൻ കണ്ട തീരക്കണ്ട കൊയ്യുമ്പോ നീ എവിടെ പോയടി തുമ്പിമാരെ, ഞാനിന്റെ മക്കളും പേരക്കിടങ്ങളും അങ്കപ്പുഴക്കരയക്കര ചെന്നപ്പോ ചുങ്കം കളി കൊണ്ട് നിന്ന് പോയേ. അഞ്ചാമൻ കണ്ട തീരക്കണ്ട കൊയ്യുമ്പോ നീ എവിടെ പോയടി തുമ്പിമാരെ, ഞാനിന്റെ മക്കളും പേരക്കിടങ്ങളും അങ്കപ്പുഴക്കരയക്കര ചെല്ലുമ്പോ ചുങ്കം കളി കൊണ്ട് നിന്ന് പോയേ. ഒരു പടിക്കേതിലും നമ്പിടാടും നമ്പി കാണാമുള്ള തുമ്പിയാണെങ്കിൽ തല പൊതിച്ചിട്ടടി വരും. 2 പടിക്കേതിലും നമ്പി കിണക്കിടാടും നമ്പി കാണാമുള്ള തുമ്പിയാണെങ്കിൽ തല പൊതിച്ചിട്ടടി വരും. 3 പടിക്കേതിലും നമ്പി 3 കിണക്കിടാടും തുമ്പി കാണാമുള്ള തുമ്പിയാണെങ്കിൽ തല പൊതിച്ചിട്ടടി വരും. 4 പടിക്കേതിലും നമ്പി 4 കിണക്കിടാടും തുമ്പി കാണാമുള്ള തുമ്പിയാണെങ്കിൽ തല പൊതിച്ചിട്ടടി വരും. 5 പടിക്കേതിലും നമ്പി 5 കിണക്കിടാടും തുമ്പി കാണാമുള്ള തുമ്പിയാണെങ്കിൽ തല പൊതിച്ചിട്ടടി വരും. 6 പടിക്കേതിലും നമ്പി 6 കിണക്കിടാടും തുമ്പി കാണാമുള്ള തുമ്പിയാണെങ്കിൽ തല പൊതിച്ചിട്ടടി വരും. 7 പടിക്കേതിലും നമ്പി
ഉല്ലാസ് ചെമ്പന്റെ സംവിധാനത്തിലുള്ള സിനിമയായിരുന്നില്ല അഞ്ചുകള കോക്കാൻ. അപ്പൊ ഈ സിനിമയിലേക്ക് എങ്ങനെയാ മ്യൂസിക് ചെയ്യാൻ വരുന്നത്? ഉല്ലാസ് ചെമ്പനായിട്ട് പാമ്പിച്ചി എന്ന് പറഞ്ഞിട്ടൊരു ഷോർട്ട് ഫിലിം ആദ്യം ചെയ്തിട്ടാണ് ഞാൻ പരിചയപ്പെടുന്നത്. അപ്പോൾ ആ സമയത്ത് അതിനുശേഷം ഞാനിത് മുന്നേ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു തുമ്പി. ഒന്നാമത് വെച്ച് മാളി ചേച്ചി ഇവരെല്ലാവരും ഇരുന്ന് പാടുന്നത് ഞങ്ങൾ ചെറുപ്പം തൊട്ടേ ഓണത്തിന് കേട്ടുകൊണ്ടിരിക്കണതാണ്. അപ്പോൾ ഇതിലൊക്കെ ഈ പാട്ടുകളൊക്കെ കേട്ടിട്ട് തന്നെയാണ് ഞാൻ ഇങ്ങനെ വളർന്നു പോണത്. അപ്പോൾ ഇതൊക്കെ എവിടെയെങ്കിലുമൊക്കെ നമുക്ക് പുറത്ത് കേൾപ്പിക്കണം എന്നൊരാഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ വരുന്ന ഒരു സമയത്ത് ഞാൻ ഒരു തോന്നിയതാണ് ഒരു ഇതൊക്കെ റെക്കോർഡ് ചെയ്ത് വെക്കാം. പിന്നെ ഇത് ഇവരെ ഒരുമിച്ച് ഈ സമയത്തൊക്കെ കിട്ടുള്ളൂ, ഒരുമിച്ച് എല്ലാവരും കൂടി കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ കിട്ടുന്ന ഈ ഓണത്തിൻ്റെ സമയത്ത് അങ്ങനെ ഒരു സമയം നോക്കിയിട്ട് ഞാൻ റെക്കോർഡ് ചെയ്തിട്ട് ഒന്ന് ഹോൾഡ് ചെയ്ത് വെച്ചതാണ്. അത് എടുത്ത് ഞാൻ അങ്ങനെ ഒരു ഗ്രാജുവലി നമുക്കിങ്ങനെ ഒരു സ്പീഡൊക്കെ ആക്കി അതിന് കൊട്ടൊക്കെ ഇട്ടിട്ട് ഒരു ഋതൊക്കെ ആഡ് ചെയ്തിട്ട് കേട്ട് നോക്കിയപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. ഇത് ഞാൻ ഉല്ലാസിന് കേൾപ്പിച്ചു കൊടുത്തതാണ്. സിനിമയൊന്നും തുടങ്ങിയിട്ടില്ല. അപ്പോൾ അഞ്ചുകള കോക്കാൻ്റെ സമയത്തൊന്നുമല്ല, അതിന് മുന്നേ കേൾപ്പിച്ചു കൊടുത്ത്. അപ്പോൾ ഉല്ലാസ് ഇത് പറഞ്ഞു, ഞാൻ എന്തായാലും സിനിമ ചെയ്യുമ്പോൾ എന്തായാലും ഇത് നമുക്കിതൊരു പ്രധാനപ്പെട്ട ഒരു സീക്വൻസിൽ ഈ പാട്ട് ഉൾപ്പെടുത്തണം. അത് ഭയങ്കര സന്തോഷമായി. കാരണം നമ്മുടെ നാട്ടിൽ നമ്മൾ അങ്ങനെ പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമായിരുന്നു അത് സിനിമയിലേത് ഈ പാട്ട് കേൾക്കുക എന്ന് പറയുന്നതും സിനിമയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫൈറ്റ് സീക്വൻസിൻ്റെ ഉള്ളിൽ എൻ്റെ പ്രിയപ്പെട്ട ചേച്ചിമാരുടെ ശബ്ദം കേൾക്കാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷം. അപ്പോൾ അതിന് ശരിക്കും ഒരു അനുമതി തന്ന ഉല്ലാസിനോട് നന്ദി പറയാണ്. അപ്പൊ ഇത് എപ്പോഴും ഈ പാട്ട് ഭയങ്കര ഇത്രയും വലുതായിട്ട് ഹിറ്റാവെന്ന് വിചാരിച്ചിരുന്നോ ചേച്ചി? ഇല്ല, അത് വിചാരിച്ചിട്ടില്ല. ഞാൻ എന്നിട്ട് എല്ലാവരോടും പറയാം, ഒരു പാട്ടിന് വേണ്ടി വന്നാൽ ഞാൻ അത്രയും കാര്യമൊന്നും വിചാരിച്ചില്ല പൊന്നെ എന്ന് പറഞ്ഞു. ഇത് പൊന്നാടെ കിട്ടും ഞങ്ങൾക്ക്. അപ്പൊ ഭയങ്കര വീട്ടുകാർ ഇപ്പൊ വീട്ടിലുള്ള ആൾക്കാരൊക്കെ എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഈ പാട്ട് കഴിഞ്ഞപ്പോ? വീട്ടുകാരൊന്നും പറഞ്ഞൊന്നുമില്ല. ഇന്നലെ ഇപ്പം അവിടെ വന്ന് പറഞ്ഞപ്പോൾ അവന് എൻ്റെ ആങ്ങളയ്ക്ക് സന്തോഷം കൊണ്ട് തുള്ളി ചാടുക ചെയ്യുന്നത് ഇപ്പം വന്നപ്പോൾ. അപ്പൊ നിങ്ങളിപ്പോ ഈ പാട്ടിലേക്കൊക്കെ ഇപ്പൊ ആദ്യമേ തൊട്ട് ചെറുപ്പത്തിൽ തന്നെ പാട്ടൊക്കെ പാടുമായിരുന്നോ? ചെറുപ്പം തൊട്ട് പാട്ട് പാടും. നേരെ വെളുക്കുന്നവരെ കളിക്കും മോളെ, നേരെ വെളുക്കുന്നവരെ കയ്യോട്ട് കളി കളിക്കുക, ഈ തുമ്പി തുള്ളില് അങ്ങനെ എല്ലാ കളികളുണ്ട്. കളിയൊക്കെ കഴിഞ്ഞിട്ട് നേരം വെളിച്ചാകുമ്പോൾ നിങ്ങൾ പണിക്ക് പോകും. വൈകുന്നേരം ആകുമ്പോൾ പണി മാറ്റി വന്ന് കുളി കഴിഞ്ഞ് ചോറിട്ട് പിന്നെയും പോകും അമ്പലമണിക്ക് തന്നെ 10 മണി വരെ, അല്ല നേരം വെളുക്കുന്നവരെ. അപ്പോൾ നിങ്ങൾക്ക് ശരിക്കും പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ ചെമ്പൻ വിനോദിന്റെ കൂടെയൊക്കെ സിനിമ ഉണ്ടോയെന്ന് ഞാൻ കേട്ടായിരുന്നു. അപ്പോൾ ആ ഒരു അനുഭവം എങ്ങനെയായിരുന്നു? പൊള്ളിയായിരുന്നു, പൊള്ളി. ഞങ്ങൾ ഇത്ര അധികം സന്തോഷിക്കാനില്ല. ഇനി ഞങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ഭാഗ്യം കിട്ടുന്ന ഞങ്ങൾ പ്രതീക്ഷിച്ചിട്ടേ ഇല്ല. പിന്നെ ഞങ്ങൾ സിനിമ കണ്ട് വന്നപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ നാട്ടിലെല്ലാം നടക്കാൻ പറ്റാത്തതായി. എന്ന് വെച്ചാൽ അത്രയ്ക്കും പടം ഹിറ്റായി വൈറലായി. എൻ്റെ മക്കളും മരുമക്കളൊക്കെ വിളിച്ചിട്ട് അത്രയ്ക്കധികം ഞങ്ങളതിനെ അഭിനന്ദിച്ചു. എൻ്റെ മോനൊക്കെ പറഞ്ഞ, അമ്മാമ്മ ഇങ്ങനത്തെ നല്ലൊരു ഇതിൽ ഇങ്ങനെ ചെന്ന് പെട്ടില്ലേ, ഗിരിയേട്ടനെ നന്ദി പറയണം കേട്ടോ. ഗിരിക്കാണ് ഞങ്ങൾ നന്ദി പറയേണ്ടത്, ഞങ്ങളിങ്ങനെ ആവാൻ വേണ്ടിയിട്ട്. ഗിരി എന്നാണ് കേട്ടോ പറയുന്നത്. എൻ്റെ പേര് ഗിരി എന്നാണ്, നാട്ടിൽ തന്നെ ഗിരി എന്നാണ് വിളിക്കുക. മണികണ്ഠൻ അയ്യപ്പ എന്നുള്ളത് ഒഫീഷ്യൽ നെയിമാണ്. ഇവരെല്ലാവരും ഗിരിന്ന് വരുള്ളൂ സംസാരിച്ചോണ്ടിരിക്കുമ്പോ. അപ്പൊ പെട്ടെന്ന് ഗിരി ആരാന്ന് വിചാരിക്കണ്ട. അപ്പൊ ഈ പാട്ടൊക്കെ എങ്ങനെയാ റെക്കോർഡ് ചെയ്തിരുന്നേ? ഇത് ഞാൻ സ്റ്റുഡിയോയിൽ റെക്കോർഡ് ചെയ്യാൻ ശ്രമിച്ചു സത്യത്തിൽ. അപ്പം നമ്മൾ ഒരു സിനിമ അല്ലെങ്കിൽ ഒരു നല്ലൊരു ഓഡിയോ ക്വാളിറ്റി കിട്ടാൻ വേണ്ടി ശ്രമിച്ചു. പക്ഷേ എനിക്ക് ആ നമ്മുടെ നാട്ടിൽ ഒരു പാടുന്നൊരു സുഖം ഉണ്ടല്ലോ, അതായത് എല്ലാവരും ഫ്രീ ആയിട്ടിരുന്ന ഒരു മൈക്ക് വെച്ച് ഇങ്ങനെ പാടുമ്പോൾ അതിൻ്റെ ഒരു സുഖം കിട്ടിയില്ല. അപ്പം ഞാൻ വട്ടിട്ട് ഇരുത്തിയിട്ട് ചുമ്മാ നമ്മൾ എങ്ങനെയാണ് അവിടെ തുമ്പിതുള്ളലിന് പാടുന്നത് അതുപോലെ റെക്കോർഡ് ചെയ്യുക ചെയ്തത്. അവരോട് കൃത്യമായിട്ട് ഇങ്ങനെ പാടണം അങ്ങനെ പാടണം ഒരുപാട് പറഞ്ഞു കഴിഞ്ഞാൽ ആകെ പേടിയാവുമല്ലോ. പേടിച്ച് പാടുമ്പോൾ അതിനൊരു സുഖം ഉണ്ടാവില്ല. അപ്പോൾ അവിടെ പാടുന്ന പോലെ ഫ്രീ ആയിട്ട് ഇങ്ങനെ പാടിച്ചതാണ്. ഞാൻ ഇങ്ങനെ ഒരു ഐപാഡിലും അങ്ങനെയൊക്കെ ആയിട്ട് റെക്കോർഡ് ചെയ്ത് ആ ഫയലിനെ പ്രോസസ്സ് ചെയ്തെടുത്തിട്ടാണ് നമ്മൾ ചെയ്തത്. പിന്നെ ക്ലാപ്പ് ഇത് കൈ കൊട്ടാതെ പാടാൻ ബുദ്ധിമുട്ടാണ്. അങ്ങനെ എന്താ പറയാ, അവരുടെ താളത്തിൽ തന്നെ പാടണം, ക്ലാപ്പ് ചെയ്തിട്ട് തന്നെ പാടണം. അപ്പോഴാ സ്പീഡും അതൊക്കെ ആയിട്ട് ഇങ്ങനെ സിങ്കായി പോവുള്ളൂ. അപ്പോൾ നമ്മൾ സ്റ്റുഡിയോയിൽ ഇപ്പോൾ ക്ലാപ്പ് ചെയ്യാതെ പാടാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ പാട്ട് അങ്ങനെ പാടാൻ പറ്റില്ല, വേറെ പാട്ടുകൾ പാടാൻ പറ്റുമായിരിക്കും. അപ്പോൾ ഇത് അങ്ങനെ ഒരുമിച്ച് വട്ടമിട്ട് ഇരുത്തിയിട്ട് ഒരു പ്രത്യേക രീതിയിലാണ് നമ്മളിത് റെക്കോർഡ് ചെയ്തെടുത്തിട്ടുള്ളത്. പക്ഷെ അത് അതിന്റെ ഒരു ലാസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ഭയങ്കര ഹിറ്റ് ആയിരുന്നല്ലോ ആ പാട്ട് ഇറങ്ങിയപ്പോ അല്ലേ? അതെ 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 അതെ. ഇറങ്ങിയ സമയത്ത് ഞാനും വിചാരിച്ചിട്ടില്ല. എന്നോട് ഉല്ലാസ് മുന്നേ പറഞ്ഞിട്ടുണ്ട്, നീ നോക്കിക്കോ ഈ സിനിമ ഇറങ്ങി കഴിഞ്ഞതിന് ശേഷം ഈ പാട്ടായിരിക്കും നമ്മുടെ ഓഡിയോ ലൈബ്രറിയിൽ ഏറ്റവും മുകളിലേക്ക് വരാമെന്ന് പറഞ്ഞു. പക്ഷെ ഫസ്റ്റ് പാട്ട് റിലീസ് ചെയ്ത സമയത്ത് ആ ഒരു ഓളം ഉണ്ടായില്ല. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങളുടെ വാക്ക് ശരിയല്ല, എന്തായാലും കുറവാണ്, ആളുകൾ അധികം ആൾക്കാർ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു.
കുറച്ച് കഴിഞ്ഞ് സിനിമ ഇറങ്ങിയ ഒരു 1 വീക്കൊക്കെ കഴിയുമ്പോഴേക്കും ഈ പാട്ട് ഇങ്ങനെ കയറി വന്ന് പിന്നെ ഇതിപ്പോൾ OTT റിലീസോട് കൂടിയിട്ട് ഒന്നും കൂടെ ആളുകൾ അത്യാവശ്യം കണ്ടതിന് ശേഷം പിന്നെ ഡാൻസായി. പിന്നെ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 1 മന്തായിട്ട് ട്രെൻഡിങ്ങിൽ തന്നെ തുടർന്നുകൊണ്ടിരിക്കണം. അപ്പോൾ എൻ്റെ ഒരു ഓഡിയോ ലൈബ്രറിയിൽ ഏറ്റവും ഭീകരമായിട്ട് ഇങ്ങനെ ട്രെൻഡിങ്ങിൽ വരുന്നൊരു പാട്ട് ഇതായിരിക്കും. ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ ചേച്ചി ഇപ്പോൾ എന്താ പറയുക, ഈ പാട്ട് ഇനിയിപ്പോൾ നിങ്ങൾ ഇതുപോലെ പാടുന്ന വേറൊരു പാട്ടൊന്ന് പാടിത്തരുമോ? ഇതേപോലെയുള്ള ഒരു പാട്ട് നിങ്ങൾ ചെറുപ്പത്തിൽ തൊട്ട് പാടുന്ന പാട്ടുണ്ടാവുമല്ലോ. ആരിയ നെല്ലിൻ്റെ ഓലഞ്ഞാടുമ്പോളേ ചാഞ്ചാടുണ്ണി ചേരിഞ്ഞാട് ഞാറ്റുമുടി കുത്തി താളത്തിൽ പാടടാ പാട്ടു കേട്ട് നീയുറങ്ങ്. ആരിയ നെല്ലിൻ്റെ ഓലഞ്ഞാടുമ്പോളേ ചാഞ്ചാടുണ്ണി ചേരിഞ്ഞാട് ഞാറ്റുമുടി കുത്തി താളത്തിൽ പാടടാ പാട്ടു കേട്ട് നീയുറങ്ങ്. അക്കണ്ടമിക്കണ്ടം മേളത്തെ കുഞ്ഞിക്കണ്ടം കണ്ടത്തിനോരത്ത് കുണ്ടും കുത്തി ആയില ചേമ്പില വിരിച്ചിട്ട് എന്നെ കിടത്തിയിട്ടും പോയതല്ലേ. വലിയ വരമ്പിൻ്റെ തെക്കേ മൂലക്കിലെ തമ്പ്രം കുട ചൂടി നിൽപ്പാതുണ്ടേ. വാരിയെടുക്കാനും താരാട്ടു പാടാനും ഏറെ കൊതിയുണ്ട് പൊന്നും കെട്ടേ. നട്ടുച്ച നേരല്ലേ പൊള്ളുന്ന വെയിലല്ലേ ഇക്കണ്ട നട്ടു ഞാൻ കേറിയിടട്ടെ. എൻ്റുണ്ണി കണ്ണേനെ പാലു തരാഞ്ഞിട്ട് മാറിലെ വേദന അടങ്ങുന്നില്ല, മാറിലെ വേദന അടങ്ങുന്നില്ല. ഇത് കേട്ടപ്പോൾ ശരിക്കും മണിച്ചേട്ടനൊക്കെ ശരിക്കും ഈ നാടൻ പാട്ട് കേൾക്കുമ്പോൾ നമുക്ക് ഓർമ്മ വരും അല്ലേ. ഇപ്പോൾ മണിയേട്ടനോട് ചോദിക്കാനുള്ളത് കാര്യം, നാടൻ പാട്ടുകളൊക്കെ മൺമറിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ. അപ്പോൾ അങ്ങനത്തെ ഒരു പാട്ടുകളൊക്കെ സിനിമയിൽ കൊണ്ടുവരാൻ എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായത് എങ്ങനെയാണ്? ഇല്ല, ഞാൻ പറഞ്ഞല്ലോ, അപ്പോൾ ഞാൻ ജനിച്ചു വളർന്ന നാടാണ് ഇത്, കൊളന്നൂർ. അപ്പോൾ ഇവിടെ കേട്ടിട്ടുള്ള പാട്ടുകൾ തന്നെയാണ് ഞാൻ കേട്ടിട്ടുള്ളത് തന്നെയായിരിക്കാം ഞാൻ ഉണ്ടാക്കുമ്പോൾ വരണത്. അപ്പോൾ ഞാൻ വേറെ ടൈപ്പ് പാട്ടുകൾ ഉണ്ടാക്കുമ്പോഴും ഞാനിവിടെ കേട്ടിട്ടുള്ള പാട്ടുകളുടെയൊക്കെ ചായകളൊക്കെ വന്നു പോകും. കാരണം നമ്മൾ ജനിച്ചപ്പോൾ തൊട്ട് കേട്ട് വരുന്ന ഈ നാടൻ പാട്ടും ഈ ഗ്രാമവും ഇവിടെ കംപ്ലീറ്റ് ഇപ്പോൾ പോത്തോട്ടം അങ്ങനെ ഒരുപാട് കലാരൂപങ്ങളുണ്ട് നമുക്ക്. ഇപ്പോൾ ഈ ഓണത്തിനായാലും ഈ തുമ്പിതുള്ളൽ മാത്രമല്ല, വട്ടക്കളി ഉണ്ട്. അതാണ് ഇപ്പൊ നേരത്തെ മാളേച്ചി പറഞ്ഞത്. അത് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ശരിക്കും പല സ്ഥലങ്ങളിലല്ലേ. ഇവിടെ ഇപ്പോഴും ഈ പ്രദേശത്ത് ചോദിച്ചു കഴിഞ്ഞാൽ അറിയാം, ഓണത്തിന് ഞങ്ങളുടെ ഈ ഭാഗത്ത് മാത്രമാണ് ഏറ്റവും കൂടുതൽ ഈ ഓണക്കളികളും കാര്യങ്ങളും ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നത്. വട്ടകളി കളിക്കുക, പിന്നെ ആട്ടക്കാളം പൂത്ത് കളിക്കുക, പിന്നെ മുന്തിരിങ്ങ കളിക്കുക, പിന്നെ അച്ചുത്തി കളിക്കുക, കുറേ കളി, മോതിരം വെച്ച് കളിക്കുക, അങ്ങനെ കുറേ കളികൾ ഞങ്ങൾക്ക് ഓണായ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണ്. ഞങ്ങളൊക്കെ വളർന്നു വരുന്ന സമയത്തൊക്കെ ചൊട്ടിമണിയും കളിക്കുക എന്നൊക്കെ ഒരു കാര്യമുണ്ട്. അതൊക്കെ ഈ കുട്ടികൾ ചൊട്ടിമണിയും കളിക്കും, ഉമ്പിൽപ്പഴി കളിക്കും, അതേപോലെ തന്നെ പുള്ളിയും കുത്തി കളിക്കും, അങ്ങനെയുള്ള കളികളൊക്കെ ഉണ്ടായിരുന്നു. ഇന്നത്തെ കുട്ടികൾ അങ്ങനെയല്ല, ജനിച്ച് വീഴുമ്പോഴേക്കും മൊബൈലിലാണ് കയറുന്നത്. ഇന്നത്തെ കുട്ടികൾക്ക് ഒരു കാര്യങ്ങളും അറിയില്ല, മൊബൈൽ കണ്ട് അവരെ കളിക്കാമെന്നല്ലാതെ ഒരു കാര്യമില്ല. അന്നത്തെ ഒരു കാലഘട്ടമായിരുന്നു അല്ലേ. അന്നത്തെ ഞങ്ങളുടെ പട്ടിണിയിലെ പടുകുഴിയിലാണ് ഞങ്ങൾ ചേർന്നത്. ഞങ്ങൾക്ക് ഭക്ഷണം പോലും കഴിക്കാനില്ലാത്തൊരു കാലങ്ങളൊക്കെ ആയിരുന്നു. അന്നൊക്കെ ഞങ്ങൾ ഓണം വരണം ഞങ്ങൾക്ക് ഒരു അരയിട്ടൊരു ചോറുണ്ടണമെങ്കിൽ. ഇന്ന് ഞങ്ങൾക്ക് എന്നും ഓണമാണല്ലോ, ഇന്നിപ്പോൾ നമുക്ക് അങ്ങനത്തെ ഒരു ഇതില്ല, ബുദ്ധിമുട്ടില്ല. അന്നൊക്കെ ഭക്ഷണം കഴിക്കണമെങ്കിൽ ഞങ്ങൾക്കൊരു ഓണം വന്നാലാണ് ഒരു ഇല ചോറുണ്ടണമെങ്കിൽ. ഒരു പപ്പടം തന്നെയാണെങ്കിലും ഒരു പഴം തന്നെയാണെങ്കിലും ഓണം വരണം. സത്യം പറഞ്ഞാൽ അങ്ങനത്തെ കാലഘട്ടങ്ങളൊക്കെ കഴിഞ്ഞു പോയി. ഇപ്പം അങ്ങനെയൊന്നുമില്ല. ഇപ്പം എന്തായാലും ഇപ്പം ഭയങ്കര സന്തോഷമല്ലേ ശരിക്കും. ഇപ്പോൾ ഭയങ്കര സിനിമയിലൊക്കെയുള്ള പാട്ട് പരിപാടി തുടങ്ങിയില്ലേ, സിനിമയിലൊക്കെ വലിയ താരങ്ങളായില്ലേ ഇപ്പോൾ. താരങ്ങളായി ഞങ്ങൾക്ക് അങ്ങനെ ഒരു ഇത് കിട്ടിയ കാരണം ഏറ്റവും നല്ല സന്തോഷം. ഇതിലൂടെ ഞങ്ങൾ എത്ര നന്ദി പറഞ്ഞാലും ഞങ്ങൾക്ക് മതിയാവില്ല. ബോർഡും കൂടെ നമ്മളെ അറിഞ്ഞിരിക്കണം ഇപ്പോൾ.
അതുപോലെ തന്നെ ഇപ്പൊ ഗിരി എന്ന് പറയാലോ, ഇനിയിപ്പോ ഇവരെല്ലാരും ഗിരി എന്ന് പറഞ്ഞതുകൊണ്ട്. അപ്പൊ ഈ ഇപ്പൊ ആദ്യത്തെ മെക്സിക്കൻ ഭാരതയായിരുന്നല്ലോ സിനിമ, അപ്പൊ ആ സിനിമയിലേക്ക് എങ്ങനെയാ മ്യൂസിക് വരുന്നത്? സിനിമയിലേക്ക് മെക്സിക്കൻ അപാരത ഞാൻ എൻ്റെ ഒരു സുഹൃത്ത് സിദിൽ സുബ്രഹ്മണ്യം എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു സുഹൃത്ത്, ഞാൻ സ്റ്റോറി ബോർഡ് വരയ്ക്കാനൊക്കെ പോയിരുന്നു. ആ സമയത്ത് സിദിൽ സുബ്രഹ്മണ്യൻ പറഞ്ഞിട്ട്, സിദിലിൻ്റെ സുഹൃത്താണ് ടോം മമ്മൂട്ടി. അപ്പോൾ അദ്ദേഹം അങ്ങനെ സിനിമയുണ്ട്, നിനക്കതിൽ മ്യൂസിക് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഒരു പാട്ട് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. കലിപ്പ് കട്ട കലിപ്പ് എന്ന് പറഞ്ഞ പാട്ടിൻ്റെ ലിറിക്ക് ടോം ചേട്ടൻ അയച്ചെന്ന്. അതിങ്ങനെ അപ്രതീക്ഷിതമായിട്ട് ഞാൻ തിരിച്ച് അത് സോങ്ങായിട്ട് അയച്ചു, അത് അപ്രൂവായി. പിന്നെ മെക്സിക്കൻ അപാരത സിനിമയായി. അങ്ങനെയാണ് ശരിക്കും മ്യൂസിക് ഡയറക്ഷനിലേക്ക് വരുന്നത്. അപ്പോൾ ഒരു പ്രധാന കാരണം സിദിൽ സുബ്രഹ്മണ്യം എന്ന് പറഞ്ഞൊരു സുഹൃത്ത് വഴിയാണ് ടോം മമ്മൂട്ടിയിലേക്ക് എത്തുന്നത്. ടോം മമ്മൂട്ടിയിലൂടെ മലയാള സിനിമയിലേക്ക് എത്തണം. അങ്ങനെയാണ് തുടക്കം. പിന്നെ ഇപ്പോൾ ആദ്യമായിട്ട് സിനിമയിൽ വരുമ്പോൾ ഇപ്പോൾ മ്യൂസിക്കിനായാലും എല്ലാത്തിനും ആളുകൾ പറയും ഇപ്പോൾ പഴയ പാട്ടുകളാണ് കുറച്ചുകൂടി നല്ലത്, ഇപ്പോഴത്തെ പാട്ടുകൾ ആരും ചർച്ച ചെയ്യുന്നില്ല, കുറേ ചർച്ച ചെയ്യപ്പെടാതെ പോകുന്നുണ്ട്. ആ ഒരു സിറ്റുവേഷനെ പറ്റിയിട്ട് എന്താ പറയാനുള്ളത്? ഇല്ല, പഴയ പാട്ടുകൾ പുതിയ പാട്ടുകൾ അങ്ങനെ ഇല്ല. അപ്പം അങ്ങനെയാണെങ്കിൽ തന്നെ ഇപ്പോൾ ഈ പാട്ടൊക്കെ വൈറലാവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു പുതിയ പാട്ടായിട്ടാണ് നമ്മൾ പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത്. പഴയ പാട്ടിൻ്റെ രീതി ആയാലും ഇപ്പോഴത്തെ ട്രെൻഡിന്, ഇപ്പോഴത്തെ ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ടെക്നിക്കൽ പരമായിട്ട് കീബോർഡ് പ്രോഗ്രാമിംഗ് ഒക്കെ നമ്മൾ ഈ പാട്ടിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ശരിക്കും ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്, ഇപ്പോഴത്തെ തലമുറയ്ക്കൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ തലമുറ ഡിവൈഡ് ചെയ്ത് പറയണതിൽ വലിയ കാര്യമൊന്നുമില്ല. എല്ലാ പാട്ടുകളും എല്ലാവർക്കും ഇഷ്ടപ്പെടാൻ സാധിക്കും. മ്യൂസിക് എന്ന് പറഞ്ഞൊരു ഗണത്തിൽ പെടുത്തിയാൽ മതി. ചില പാട്ടുകളൊക്കെ പലരും പറയും ഒരു പ്രാവശ്യം കേട്ട് കഴിഞ്ഞാൽ പിന്നെ അത് അത്ര ഒരു കേൾക്കാൻ തോന്നുന്നില്ല എന്നൊക്കെ പറയാനൊക്കെ കേൾക്കാറുണ്ട് കൂടുതൽ. ഇല്ല, ഞാൻ എല്ലാ പാട്ടുകളും ഇഷ്ടപ്പെടുന്ന ഒരാളായതുകൊണ്ടായിരിക്കാം. പഴയ പാട്ടുകളും പുതിയ പാട്ടുകളും എല്ലാത്തിൻ്റെ പിന്നിലും ഒരു ക്രിയേറ്റീവായിട്ടുള്ളൊരു എഫേർട്ട് ഉണ്ടാവുമല്ലോ. ഏത് പാട്ടായാലും ഇപ്പോൾ പുതിയ പാട്ട് ഉണ്ടാക്കിയാലും അത് എളുപ്പത്തിൽ ഉണ്ടാക്കുക എന്നൊക്കെ പറയുന്നത് വെറുതെയാണ്. പിന്നെ ഇൻസ്പിറേഷൻ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് ഈ പുതിയ പാട്ടുകളെ ഇടിച്ച് താഴ്ത്തുന്നത്. പക്ഷെ എന്നാലും ഒരു ക്രിയേറ്റീവായിട്ട് ഒരുപാട് പേര് ഇപ്പോഴും നന്നായി ഹാർഡ് വർക്ക് ചെയ്തിട്ട് തന്നെയാണ് പാട്ടുകളൊക്കെ ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ഈ തുമ്പിപ്പാട്ട് തന്നെ ആയാലും ഇതൊരു ഗ്രാജുവലി ഇതിനൊരു ഇൻക്രീസിങ് ലെവലും പിന്നെ ഒരു ട്രാൻസ് രീതിയിലേക്കൊക്കെ എത്തിക്കാനൊക്കെ ആയിട്ട് ഞാനും നമ്മുടെ ടീമും നന്നായി വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പുതിയ തലമുറേനെയും അംഗീകരിക്കണം. അതെ, അത് ശരിയാണ്, അംഗീകരിക്കണം തന്നെയാ. ഇപ്പൊ ഏത് കലാകാരന്മാരായാലും അവർ അംഗീകരിക്കണം എന്നല്ല പറയാം. ഇപ്പൊ ചേച്ചിമാരൊക്കെ ലോകം ഇപ്പൊ അംഗീകരിച്ചില്ലേ എല്ലാവരും വീഡിയോ കണ്ടിട്ട് അല്ലേ? ഇപ്പൊ ആരെങ്കിലും ഒക്കെ വിളിച്ചിരുന്നോ ഈ പാട്ടൊക്കെ കേട്ടിട്ട്? ഇഷ്ടം പോലെ ഗൾഫിൽ നിന്ന് വരെ എന്നെ വിളിച്ചു. എൻ്റെ മകൻ ഗൾഫിലാണ്. അവൻ്റെ കൂട്ടുകാരും എല്ലാവരും എന്നോട് നല്ല അഭിനന്ദനങ്ങളാണ് എനിക്ക് തന്നത്. അമ്മയ്ക്ക് ഇങ്ങനെ ഒരു ഭാഗ്യം കിട്ടിയില്ല, അമ്മ ഗിരിചേട്ടനോട് നന്ദി പറഞ്ഞോളൂട്ടാ എന്ന് പറഞ്ഞു. ഇനി അമ്മ എന്നെ അങ്ങനെ എന്തെങ്കിലും ഗിരിചേട്ടൻ പറയുമ്പോഴേക്കും ഞങ്ങൾ ഓടിപ്പോയിക്കോളോ, എന്തിനാ ഗിരിചേട്ടൻ ഇനി നിങ്ങളായിട്ട് ഉയർത്തി എന്ന് പറഞ്ഞു ഞങ്ങളോട്. എല്ലായിടത്തും എൻ്റെ മോളുടെ മക്കളും എല്ലാവരും അങ്ങനെ പറഞ്ഞു, അമ്മാമ്മ നന്നായി ഉണ്ടിട്ടാ പാട്ടൊക്കെ വൈറലായി, എല്ലാവർക്കും ഇഷ്ടമായി. ഈ പാട്ട് ഞങ്ങളുടെ നാട്ടിൽ പാടിയിട്ടുണ്ടെന്ന് വെച്ചാൽ ഇപ്പോഴാണ് ഇതിന് കൂടുതലൊരു സപ്പോർട്ട് കിട്ടണത്. എല്ലാവരും അതെ, എല്ലാവരും അങ്ങനെ പറയുമ്പോഴാണ് ഞങ്ങൾക്ക് ഇത്ര നല്ലൊരു പാട്ടാണോ എന്ന്. ഞങ്ങൾക്ക് ഈ പാട്ടിനോടൊരു ഇതുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോഴാണ് ഈ ഗിരിയായിട്ട് ഞങ്ങളെന്നെ ഈ പാട്ട് പാടിയതിൻ്റെ ശേഷം ഞങ്ങൾക്ക് ഇപ്പോൾ എവിടെ ചെന്നാലും ഞങ്ങളെന്നെ തിരിച്ചറിയുമെന്ന്. ഞാൻ നാളെ തൃശ്ശൂർക്ക് പോയപ്പോഴെന്നെ എനിക്ക് ബസ്സിൽ കണ്ടുപോയി ഒരാൾ കണ്ടപ്പോൾ നന്നായിട്ടാ പാട്ട്. എന്തിനു പറയണു, ഞാനിപ്പോൾ ഞങ്ങളുടെ മെമ്പറുടെ വീട്ടിലേക്ക് കുറ്റിച്ചിങ്ങനെ പോയപ്പോൾ അടിപൊളിയായിട്ടാ പാട്ട്, നന്നായിട്ട് പാട്ട്, വൈറലായിട്ട്, ചിലവില്ലേ എന്ന് ചോദിച്ചിട്ടുണ്ട്. ചേച്ചിക്ക് അതുപോലെ എന്തെങ്കിലും അനുഭവം ഉണ്ടായി? ഞാന് ജോലിക്ക് പോണ ആളാണ്, ബസ്സിലാണ് പോവാ. അപ്പൊ ബസ്സിലെ സ്ഥിരം പോണ ഡ്രൈവർമാരൊക്കെ ഉണ്ട്. അപ്പൊ അവര് അറിയാ സിനിമയിലേക്ക് എടുത്തൂലേ, നിന്നെ സിനിമയിൽ എടുത്തൂല അങ്ങനെ. അപ്പൊ അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അപ്പൊ കൂടെ നടക്കണ ചേച്ചിമാര് പറയും നല്ലൊരു ഗായികനെ കൊണ്ട് നടക്കണ, സിനിമയിൽ പാടിയ ആളിനെ കൊണ്ട് നടക്കണേന്ന് അങ്ങനെയൊക്കെ പറയാറുണ്ട്. ചേച്ചിക്കും ഉണ്ടാവില്ലേ അതുപോലെ? ചേച്ചിയോട് അതുപോലെ ആരെങ്കിലും പറഞ്ഞിരുന്നോ? എല്ലാവരും എൻ്റെ പണി സ്ഥലത്തും എല്ലാവരും പറയാറുണ്ട് അങ്ങനെ. പിന്നെ എൻ്റെ ചേച്ചിമാരുടെ വീടിൻ്റെ അവിടേക്ക് പോയാൽ ഈ പാട്ടാണ് ആദ്യം എടുത്ത് പാടുക. ഞാൻ അങ്ങോട്ട് ബസ് ഇറങ്ങി അങ്ങോട്ട് ചെല്ലുമ്പോഴേക്കും ഈ പാട്ടോട് കൂടിയിട്ടാണ് ഞങ്ങളുടെ ആൾക്കാർ ക്ഷണിക്കുക. അപ്പോൾ എന്തായാലും നന്നായി ഉണ്ട്, നല്ല അടിപൊളിയായി ഉണ്ട് എന്ന് തോന്നുന്നു. എന്തായാലും ഏറ്റവും നന്നായി കൂടുതൽ നന്ദി പറയാം ഞങ്ങളുടെ ഗിരിമോനോടാ. ഞങ്ങൾ ഇങ്ങനെ ഒരു സംഭവം ഞങ്ങൾ തന്നെ ഉണ്ടാക്കി തീർത്തന്നില്ലേ, അതാണ് ഏറ്റവും നിങ്ങൾക്ക് സന്തോഷം. ഇപ്പോൾ മണികണ്ഠനോട് ചോദിക്കാനുള്ളത്, ഇപ്പോൾ പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഏതൊക്കെ സിനിമ ചെയ്തിരുന്നത്? സിനിമകൾ കുമാരിയൊക്കെ ഞാനതിന് 11ാമത്തെ സിനിമയാണ് ശരിക്കും അഞ്ചുകള കോക്കാൻ. ഇത് അറിയപ്പെടുന്ന സിനിമകൾ വളരെ
കുറച്ചാണ്. കുമാരി, ഞാനും ജെയ്ക്സ് ബിജോയ് അദ്ദേഹവും കൂടിയിട്ടാണ് കുമാരി എന്ന് പറഞ്ഞ സിനിമ BGM ഒക്കെ ചെയ്തത്. ഞാൻ അതിനകത്ത് വിചാരിച്ചിട്ടുണ്ടായിരുന്നു എന്തെങ്കിലും നമ്മുടെ അടുത്ത് എന്തെങ്കിലും ഉൾപ്പെടുത്താൻ പറ്റുമെന്നൊക്കെ നോക്കി. പക്ഷേ ആ സിനിമയ്ക്കകത്ത് പറ്റിയില്ല. ഞാൻ എന്തെങ്കിലും ഒരു ഓപ്പർച്യൂണിറ്റി ആരെങ്കിലും പറഞ്ഞ് ഒരു ഫോക്ക് സംബന്ധമായിട്ട് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ എൻ്റെ നാട്ടിൽ നിന്ന് ഇഷ്ടംപോലെ ഇതുപോലത്തെ പാട്ടുകളും ശീലികളൊക്കെ ഉണ്ട് എന്നുള്ളത് എനിക്ക് നല്ല വിശ്വാസമുണ്ട്. അപ്പോൾ അങ്ങനെ കറക്റ്റ് ഒത്തു വന്നത് നമുക്ക് അഞ്ചകള്ളകോക്കാനകത്ത് കറക്റ്റ് ഒരു സ്പേസ് കിട്ടി. പല ആളുകൾക്ക് അറിയില്ലല്ലോ ഇങ്ങനത്തെ കുറെ ഇപ്പൊ പറഞ്ഞു ഓണക്കളി കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ. അങ്ങനെയുള്ള കാര്യങ്ങൾ പലർക്കും ഇപ്പോഴുള്ള ഒരു ജനറേഷനിലെ ആളുകൾക്ക് അറിയില്ല. അതിനും കൂടിയിട്ടാണല്ലോ ഇങ്ങനെ സിനിമയിലൊക്കെ പാട്ട് ഇതുപോലെ കൊണ്ട് ഉൾപ്പെടുത്തുന്നത്. ഞാനും അത് തന്നെയാണ്. ഇത് ഒരുപാട് പേര് അറിയട്ടെ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തുമ്പിത്തുള്ളല് ഇപ്പോഴും നടക്കുന്നുണ്ടെന്ന് തന്നെ ആൾക്കാർക്ക് അറിയില്ല. ഇത് ഇങ്ങനെ ഒരു കലാരൂപമായിട്ട് നടക്കുന്നുണ്ട് എന്നുള്ളത്. ഇപ്പോൾ ഇപ്പോഴും ഓണത്തിന് എല്ലാവർക്കും കൊള്ളന്നൂർക്ക് സ്വാഗതം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ഓണത്തിനും കൂടെ മുടങ്ങാതെ തുമ്പിത്തുള്ളൽ, ഈ പറഞ്ഞ ഇന്ദിരേച്ചി പറഞ്ഞ ഈ കളികളെല്ലാതും മുടങ്ങാതെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത്ര ഒത്തൊരുമയുള്ള ഈ ഒരു പ്രദേശത്ത് കൊള്ളനൂർ പോലെ ഒരു സ്ഥലം ഞാൻ കണ്ടിട്ടില്ല. ഇപ്പൊ പാമ്പിച്ചി എന്ന് പറഞ്ഞ ഷോർട്ട് ഫിലിമിനെ പറ്റി പറഞ്ഞല്ലോ. അപ്പോൾ ആ ഷോർട്ട് ഫിലിമിലും പറയുന്ന ഒരു ത്രെഡ് തന്നെ, ഏകദേശം ഒരു ത്രെഡ് തന്നെയാണല്ലോ ഈ സിനിമയിലും ഉപയോഗിച്ചിരിക്കുന്നത് അല്ലേ? അപ്പോ അങ്ങനെയില്ല, ഈ അഞ്ചകളോക്കാനകത്ത് ഒരുപാട് ലാസ്റ്റ് സീനിലൊക്കെ കാണിക്കുന്നുണ്ടല്ലോ, അതിന്റെ ഒരു ത്രെഡ് കാണിക്കുന്നുണ്ട് സിനിമയിൽ. ഉല്ലാസ് ചെമ്പനും ഞാനും തമ്മിൽ ഈ പാമ്പിച്ച് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ സിനിമകളെ പറ്റിയിട്ടുള്ള ചർച്ചകളും ഈ പുറത്തെ സിനിമകൾ ഞങ്ങളും ഇഷ്ടപ്പെടുന്ന ആളുകൾ തന്നെയാണ്. അപ്പോൾ പുള്ളി പറയുന്ന സജഷൻസും ഞാൻ കേട്ടിട്ടുള്ള പടങ്ങളും എല്ലാം കൂടെ ഒരു യോജിപ്പുണ്ടായിരുന്നു ശരിക്ക്. അപ്പോൾ കിൻഡിൻ ടൊറന്റീനോ പടങ്ങളുടെ കുറച്ചൊരു ലിസ്റ്റ് എടുത്ത് നോക്കിയപ്പോൾ അതും ഞാൻ കണ്ടിട്ട് എനിക്കിഷ്ടമുള്ളൊരു മേഖല തന്നെയായിരുന്നു. ഈ സ്പെഗാറ്റി വെസ്റ്റേൺ ആ ഒരു പാറ്റേൺ, അതും നമ്മുടെ ട്രഡീഷണൽ ഫോക്കായിട്ട് നമുക്കിവിടെ ഒരു സിനിമ ചെയ്യാൻ പറ്റി. അത് ഇതെല്ലാം കൂടി ഉൾപ്പെടുത്താൻ പറ്റി. ഇപ്പം ഞാൻ അങ്ങനെ ഒരു ഫോക്ക് എന്ന് പറഞ്ഞൊരു ജോണറിൽ കുടുങ്ങി കിടക്കുന്ന ഒരു അവസ്ഥ. ഞാൻ ഇങ്ങനെ കുറേശ്ശെ ആയിട്ട് ഈ ഫോക്ക് പാട്ടുകൾ ഉൾപ്പെടുത്തി തുടങ്ങി. എൻ്റെ ആൽബത്തിൻ്റെ അകത്ത് ഉൾപ്പെടുത്തി തുടങ്ങിയപ്പോൾ ഫോക്ക് പാട്ടുകളാണ് എന്നെ കൂടുതൽ ഇപ്പോൾ ആൾക്കാർ ചോദിച്ച് വിളിക്കണത് എല്ലാവരും. അപ്പോൾ ഈ സിനിമയ്ക്കകത്ത് നമ്മൾ കുറച്ചും കൂടെ ഈ വെസ്റ്റേൺ സിനിമകളിലെ കാണുന്ന രീതിയിൽ അതിൻ്റെ ക്യാമറയിൽ എഡിറ്റ് ആയാലും ശരിക്കും പറഞ്ഞാൽ അഞ്ചക്കള്ളക്കൊക്ക എന്ന് പറഞ്ഞ സിനിമ ഇപ്പം ഈ തുമ്പി നമുക്ക് ആ വിഷ്വലും കൂടെ കാണുമ്പോൾ കിട്ടുന്ന ഇമ്പാക്ട് വേറെയാണ്. ആ വിഷ്വലും പാട്ടും കൂടിയിട്ട് ഭയങ്കര ഒരു കൊളാബറേഷൻ ആയിരുന്നു. അതെ അതെ. അപ്പോൾ ആ വിഷ്വലിനും എഡിറ്റ്, ഡയറക്ഷൻ, ഇതെല്ലാത്തിൻ്റെയും ഒരു സക്സസ് ആണ് ശരിക്ക് ഈ പാട്ടിലേക്ക് ശ്രദ്ധ കിട്ടണത്. പാട്ട് ഒറ്റയ്ക്ക് കേൾക്കുമ്പോൾ അതിനൊരു വൈബ് ഉണ്ടാച്ചാലും അത് ഇരട്ടിയാക്കാണ് ആ ഫൈറ്റും ആ പിള്ളേര് രണ്ടുപേരുടെ ഗില്ലാപ്പികളും ഹിറ്റായി. അപ്പോൾ എല്ലാം കൂടെ നന്നായി വന്നപ്പോൾ പാട്ടിന് പ്രത്യേക ഒരു ഇത്. പിന്നെ അതുപോലെ തന്നെ മണികണ്ഠനാചാരി വരുമ്പോൾ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒക്കെ ഉണ്ട്. അത് ശരിക്കും അതിലൊരു പാട്ടും ശരിക്കും ഈ മണികണ്ഠനാചാരി വരുമ്പോഴുള്ള ബാക്ക്ഗ്രൗണ്ട് സ്കോറിനകത്തും പ്രത്യേകത ഉണ്ട്. ഇവിടെ പോത്തോട്ടം എന്ന് പറഞ്ഞിട്ടൊരു, ഞാൻ നേരത്തെ പറഞ്ഞ കലാരൂപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോത്തുകളെ ആദരിക്കുന്ന ഒരു ചടങ്ങാണ്. അത് ഇവിടെ ഒരു റേസായിട്ടും നമ്മൾ നടത്താറുണ്ട്. അതൊക്കെ ഗംഭീര പരിപാടിയാണ് കൊള്ളന്നൂരിനെ സംബന്ധിച്ച്. അപ്പോൾ അതിൽ കൊട്ടണ ഒരു ഋതാണ്. ആ ഒരു ഋതത്തിൻ്റെ ഒരു പോർഷനാണ് എടുത്തിട്ട് മണികണ്ഠൻ സ്ലോവിൽ നടന്നു വരുമ്പോൾ ഉപയോഗിച്ചിട്ടുള്ളത്. അതിൽ കുറച്ച് അഡീഷണൽ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും കൊള്ളന്നൂരിൽ നിന്ന് എടുത്തിട്ടുള്ള കുറച്ച് സാധനങ്ങളാണ്. അപ്പോൾ ഇവിടെ നിന്ന് സിനിമ കാണാൻ വരുന്ന ആളുകൾക്ക് എല്ലാവർക്കും ഇതൊക്കെ കേട്ട് പരിചയമായിട്ട് തോന്നും. മൊത്തത്തിൽ പുറത്തുള്ള ആളുകൾക്ക് എല്ലാം ശരിക്കും ഒരു മ്യൂസിക് ആണ്, ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആണെന്ന് മാത്രം മനസ്സിലാക്കുന്നുള്ളൂ ആളുകൾ. തുമ്പി പാട്ട് മാത്രമാണ് നമുക്ക് കൃത്യമായിട്ട് ഞാൻ ഷൂട്ടിങ്ങിന്റെ സമയത്ത് അറിഞ്ഞിട്ടുള്ളത്. ഞാൻ ഇന്ന് തുമ്പി അവിടെ ഷൂട്ട് നടക്കുന്നുണ്ട്, ഇന്ന് വരുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ട് എന്നെ ഉല്ലാസ് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ എന്നിട്ട് അവിടെ ചെല്ലുമ്പോൾ മാളുവേച്ചിയുടെ പാട്ട് വണ്ടിപ്പെരിയാർ ഒരു ഗ്രാമത്തിൽ ഇങ്ങനെ ലൗഡ് നല്ല വോളിയത്തിൽ ചേച്ചിയോടൊന്നും പറയാതെ ചോദിക്കട്ടെ, പറഞ്ഞത് കേട്ടില്ലേ മാളുചേച്ചിയുടെ പാട്ട് എവിടെ വരെ എത്തി? അതന്നെ ഞാൻ പറയുന്നത്. ഒരു പാട്ട് ആവശ്യപ്പെട്ട് വന്നിട്ടാ ഇപ്പൊ എത്ര പാട്ട് പാടി. അയ്യോ. അപ്പോൾ അവിടെ ഒരു തേയിലത്തോട്ടത്തിനോട് ഒരു ചേർന്നിട്ടുള്ളൊരു കള്ള് ഷാപ്പ് സെറ്റ് ഇട്ടിട്ടാണ് ഇത് ഷൂട്ട് നടക്കുന്നത്. അപ്പോൾ ഞാനിത് ഈ പാട്ട് അവിടെ പ്ലേ ചെയ്തിട്ടാണ് ഫൈറ്റും പിന്നെ ഈ ഡാൻസ് കൊറിയോഗ്രാഫിയൊക്കെ ചെയ്ത് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് ഞാൻ സിനിമ എന്നുള്ളത്, ഞാൻ അതുവരെ ചെയ്ത സിനിമകളിലൊന്നും ഇത്രയും നമ്മുടെ ഇവിടുത്തെ ഒരു വലിയൊരു ഫയൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇത്രയും ഒരു 10 മിനിറ്റോളം ഉണ്ട് നമ്മുടെ പാട്ട്. ഈ 10 മിനിറ്റോളമുള്ളൊരു നമ്മുടെ നാട്ടിൽ കേട്ടിട്ടുള്ളൊരു പാട്ട് നമ്മൾ വർക്ക് ചെയ്ത് വെച്ചിട്ട് അത്
ഞാൻ ഇത്രയും ദൂരെ നിന്നിട്ട് കേൾക്കുമ്പോഴേ, ഞാൻ ആ തേയിലത്തോട്ടത്തിൻ്റെ ഒരു സൈഡിലേക്കൊക്കെ നിന്നിട്ട് കേൾക്കുമ്പോൾ എൻ്റെ അമ്മ മാളേച്ചിയുടെ ശബ്ദമല്ലേ ഈ കേൾക്കണേ. അവരിങ്ങനെ നിർത്തിയിട്ട് സ്റ്റോപ്പ് ചെയ്തിട്ട് രണ്ടാമത് പ്ലേ ചെയ്യുകയൊക്കെ ചെയ്യുമ്പോഴേ ഞാൻ അങ്ങനെ വിചാരിച്ചു. ഞാൻ എന്നിട്ട് അമ്മയ്ക്ക് ഫോൺ ചെയ്ത്, അമ്മ ഞാൻ ഇവിടെ സെറ്റിൽ വന്നിക്കുക, ഇവിടെ മാളേച്ചിയുടെ പാട്ട് ഇങ്ങനെ അകലേന്ന് കേൾക്കാറുണ്ട്, അവിടെ ഷൂട്ട് നടക്കുന്ന ഭാഗത്തു നിന്ന് ഇങ്ങനെ കേൾക്കാറുണ്ട്. അപ്പോൾ ഒരു ഉൾപ്പുളകം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മുടെ ഇവരൊക്കെ ഇപ്പം ഇത് ഇങ്ങനെ എന്താ പറയുക, ഒരു വെള്ളിത്തിരയിലേക്ക് ഇവരെ ഇൻക്ലൂഡ് ചെയ്യാൻ കലാകാരന്മാർ ഇവിടെ ഉണ്ടെന്നുള്ളത് ഒരു പുറം ലോകത്തിന് അറിയിക്കല്ലേ ശരിക്കും പാട്ടിലൂടെ അല്ലേ. ഇത് മാത്രമൊന്നുമല്ല കേട്ടോ. അപ്പോൾ ഒരുപാട് ആളുകളുണ്ട് ഇനിയും നമ്മൾ എന്താ പറയുക രംഗത്തേക്ക് കൊണ്ടുവരാനായിട്ട്. മാക്സിമം എന്നെക്കൊണ്ട് പറ്റാവുന്ന രീതിയിൽ എനിക്കിങ്ങനെ ഓപ്പർച്യൂണിറ്റികൾ കിട്ടുകയാണെങ്കിൽ ഞാൻ ഇതുപോലുള്ള കലാകാരന്മാരെ രംഗത്തേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കും. കാരണം നമ്മളങ്ങനെ ഫൈറ്റ് ചെയ്ത് വന്നിട്ടുള്ളതായതുകൊണ്ട് നമുക്ക് ഒരാളുടെ ഉയർച്ച വളരെയധികം ഇഷ്ടത്തോടു കൂടി നമുക്ക് കാണാൻ സാധിക്കും. ഈ ഫോക്ക് സ്റ്റൈലും അങ്ങനത്തെ പാട്ടുകളൊക്കെ കൂടുതലും തമിഴ്നാട്ടിലെ കൂടുതലും ഭയങ്കര ഒരു കൂടുതലുണ്ട് അല്ലേ. അപ്പോൾ ഇത് മലയാളത്തിലും ശരിക്കും പറഞ്ഞാൽ ഇങ്ങനത്തെ പാട്ടുകളൊക്കെ വരണം സിനിമയിൽ അല്ലേ. അതെ അതെ അതെ. ഓക്കെ, അപ്പോൾ അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും നമുക്കിനി ഒരു പാട്ടും കൂടി നേരത്തെ പറഞ്ഞില്ലേ, എന്ത് കളിയാണ് പറഞ്ഞത്? വട്ടക്കളി കളിച്ചാലോ നമുക്ക് എല്ലാവരും കൂടി ഒരുമിച്ച് കളിക്കാം. എനിക്ക് വയ്യ കുട്ടിയെ, വയ്യാണ്ട് മരുന്ന് കഴിച്ചിരിക്കുന്ന ഒരാളാണ്. അത് കാരണം കൊണ്ട് ഞങ്ങൾക്ക് ഒന്നിനും ഉഷാറില്ല. ഉഷാറ് വരാൻ ഇവിടെ ബാക്കി നമ്മുടെ ചേച്ചിമാരൊക്കെ ഇല്ലേ? ചേച്ചിമാരുണ്ടായിട്ടും എനിക്ക് എന്താ കാര്യം? നമ്മളിങ്ങനെ എന്തെങ്കിലും പറഞ്ഞു കൊടുക്കണമെങ്കിൽ അതും അവർ ചാടിക്കോളും, ഇത്രേ ഉള്ളൂ. അല്ലാണ്ട് ഈ ആൾക്കാരൊന്നും ഒന്നും ഇതാവില്ല. പിന്നെ ഇവിടെ ഒപ്പിക്കും. രണ്ടാളും പോക്കാ. അപ്പോ ചേച്ചിമാര് ഇനിയും പാട്ട് പാടാൻ അവസരം ലഭിക്കട്ടെ കേട്ടോ. അതുപോലെ ഗിരിയുടെ കൂടെ ഇനിയും പാട്ട് പാടണം അല്ലേ? പാടണം എല്ലാവർക്കും ഗിരിയുടെ കൂടെ. അപ്പൊ എല്ലാവർക്കും നല്ല ഒരു ഇതുപോലെ പാട്ട് പാടാനൊക്കെ ഒരു സമയത്തേ ഇവിടെ നമ്മുടെ ശിവജിയില്ലേ, ശിവജിയുടെ ഭൂതം എന്ന് പറഞ്ഞ ഒരു ഇത് വന്നപ്പോൾ എൻ്റെ ഒരു മനസ്സിൽ തോന്നിയതാണ് കേട്ടാ, ദൈവമേ ഇങ്ങനെയൊക്കെ വരണ്ടേ ഈ ഗിരി, ഞങ്ങളതിനെ ഒരു അതിലേക്ക് അങ്ങോട്ട് എടുത്തെങ്കിലോ എന്നുള്ളത് അന്ന് ചിന്തിച്ചു പോയിട്ടുണ്ട്. പക്ഷെ ഇന്ന് ആ സ്വപ്നം സബലീകരിച്ചു. അതിന് ഞങ്ങൾക്ക് വളരെയധികം നന്ദി ഈ കുട്ടിയോട് പറയാണ്ട്. അതായത് മനസ്സിലുണ്ടാ മാനത്ത് കണ്ടു. അപ്പൊ നിങ്ങൾക്ക് ഇനിയും വലിയ വലിയ സിനിമകൾ പാട്ട് പാടാൻ പറ്റട്ടെ എന്ന് ആശംസിക്കാണ്. അപ്പൊ എല്ലാവർക്കും നന്ദി. ആറ്റും മണമിലയുണ്ണിയാർച്ച എങ്ങനെയാറ്റും മണമിലയുണ്ണിയാർച്ച അങ്ങനെയാറ്റും മണമിലയുണ്ണിയാർച്ച അങ്ങനെയാറ്റും മണമിലയുണ്ണിയാർച്ച അങ്ങനെയുണം കഴിഞ്ഞങ്ങുറക്കമായി അങ്ങനെ ഊണും കഴിഞ്ഞങ്ങുറക്കമായി അങ്ങനെയുണം കഴിഞ്ഞങ്ങുറക്കമായി അങ്ങനെയുണം കഴിഞ്ഞങ്ങുറക്കമായി അങ്ങനെ ഉറക്കത്തിൽ സ്വപ്നവും കണ്ടു പെണ്ണ് 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 അങ്ങനെ അല്ലി മാലാർക്കാവിൽ കൂത്തല്ലാണ് അങ്ങനെ അല്ലി മാലാർക്കാവിൽ കൂത്തല്ലാണ് അങ്ങനെയല്ലി മലർക്കാവിൽ കൂത്തല്ലാണ് അങ്ങനെ അയ്യപ്പങ്കാവിൽ വിളക്കല്ലാണ് അങ്ങനെ അയ്യപ്പങ്കാവിൽ വിളക്കല്ലാണ് അങ്ങനെ അയ്യപ്പൻ കാവിൽ വിളക്കല്ലാണ് അങ്ങനെ അയ്യപ്പൻ കാവിൽ വിളക്കല്ലാണ് അങ്ങനെ അഞ്ഞേനകാവിലോ വേലാപുരം അങ്ങനെ അഞ്ഞേനകാവിലോ വേലാപുരം അങ്ങനെ കാവിൽ വേലാപുരം അങ്ങനെ കാവിൽ വേലാപുരം അങ്ങനെ ഇലാളാർ പെണ്ണുങ്ങൾ പോകുന്നുണ്ട് അങ്ങനെ ഇലാളാർ പെണ്ണുങ്ങൾ പോകുന്നുണ്ട് അങ്ങനെ പെണ്ണുങ്ങൾ പോകുന്നുണ്ട് അങ്ങനെ പെണ്ണുങ്ങൾ പോകുന്നുണ്ട് അങ്ങനെ അങ്ങനെ സ്വപ്നവും കണ്ടുണർന്നു അങ്ങനെ അങ്ങനെ സ്വപ്നവും കണ്ടുണർന്നു അങ്ങനെ സ്വപ്നം
അങ്ങനെ